blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിലൂടെ ഇതിൻ്റെ ഓരോ വ്യൂവറേയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഏകദേശം 6ഓളം പേർ ചേർന്നാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവർ നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീർന്നതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് ലോകം എമ്പാടും ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരും ചേർന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് രാജസ്ഥാനിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ 2 മക്കളുടെയും കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവർക്ക് കർത്താവെ ജോലിയിൽ വലിയ അനുഗ്രഹങ്ങളെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് മിസ്സസ് ലവ്ലി സിൻഹയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഹസ്ബൻഡിന് കർത്താവെ പ്രമോഷൻ ലഭിക്കേണ്ടതിനായി, കിഡ്നി പ്രോബ്ലത്തിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം ലഭിക്കേണ്ടതിനുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കൊല്ലത്തു നിന്നുള്ള ജോയ്സ് ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുഴുവൻ കുടുംബവും സകലവിധ യേശുവിൻ്റെ അനുഗ്രഹങ്ങളാലും നിറയട്ടെ. എല്ലാവിധ ശാപങ്ങളും ആ ഭവനത്തെ വിട്ട് മാറുന്നതിനാൽ നന്ദി പറയുന്നു. രോഗങ്ങളിൽ നിന്നുള്ള പരിപൂർണ സൗഖ്യം ആ കുടുംബത്തിൽ കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ്പൂരിൽ നിന്നുള്ള ആഷിഷ് ജോണിന് വേണ്ടിയും ടീന ആഷിഷിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരുവരെയും എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ മക്കളെ കൊടുത്ത്, കുഞ്ഞുങ്ങളെ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കളമശ്ശേരിയിൽ നിന്നുള്ള വിമല വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. 2 മക്കൾക്കുമായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്റ്റെഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരുവർക്കും കർത്താവെ ബോർഡ് എക്സാമിൽ വളരെ നല്ല ഒരു റിസൾട്ട് ലഭിക്കുവാനും നല്ല ഒരു ഫ്യൂച്ചർ അവർക്കുണ്ടാകുവാനുമായി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള അഞ്ജലിക്കും ഏബലിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 പേരെയും കർത്താവെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായൊരു വളർച്ചയ്ക്കും നല്ല ഭാവിക്കുമായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. ഓരോ സ്പോൺസറേയും കർത്താവ് പ്രത്യേകിച്ച് സ്പെഷ്യലായി അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. താങ്ക് യു all sponsors for sponsoring today's episode. യേശുവിൻ്റെ വെളിച്ചം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആളുകൾ. പലപ്പോഴും പേപ്പറിലൊക്കെ ഞാൻ സാധാരണ പറഞ്ഞിട്ടുണ്ട്, പേപ്പറിലൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണാം 5 അംഗ സംഘം ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ 5 അംഗ കുടുംബാംഗം ആത്മഹത്യ ചെയ്തു. ചെന്ന് അന്വേഷിക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഒരു 10 ലക്ഷം രൂപയുടെ കടം. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കടം കൊടുത്തിട്ടുള്ള ആളുകൾ വീട്ടിൽ വന്ന് വഴക്ക് പറഞ്ഞു. പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു 10 കോടി രൂപയുടെ കടമുള്ള വ്യക്തിയും പ്രാർത്ഥനാ ഹാളിൽ വന്നിട്ട് ഹല്ലേലൂയ പാടി ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ വെളിച്ചം കൂടെയുള്ളപ്പോൾ
ഭയം അവർക്കുണ്ടാകുന്നില്ല, സ്വയം മരിക്കാൻ അവർ ചിന്തിക്കുന്നില്ല, മറിച്ച് പ്രത്യാശ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയാണ്. ഇന്ന് വലിയ പ്രശ്നത്തിലൂടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ, കടഭാരത്തിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ, മരണമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ കടഭാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ യേശു നൽകുന്ന വിടുതലിനെ കുറിച്ച് ചിന്തിക്കുക. ഒരു ദിവസം യേശു നിനക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. മരണമല്ല അതിൻ്റെ ശാശ്വത പരിഹാരം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് വിടുന്നതല്ല അതിൻ്റെ ശാശ്വത പരിഹാരം. ശാശ്വത പരിഹാരം നൽകുന്നവൻ യേശു മാത്രമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കുവാൻ വെളിച്ചത്തിന് സാധിക്കും. ഏത് വെളിച്ചം? യേശു ആകുന്ന വെളിച്ചം. ഹല്ലേലൂയ. യോഹന്നാൻ പറയുകയാണ്, ദാ യേശു ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ വെളിച്ചമല്ല. ഞാൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്ന വ്യക്തികൾ മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും ഞങ്ങൾക്ക് പറയാൻ ഉള്ളത്, ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം എന്നുള്ളത് അത് വെളിച്ചമല്ല. ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിൽ പ്രസംഗിക്കുന്നവർ വെളിച്ചമല്ല. ഞങ്ങൾ വെറുതെ വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നവർ മാത്രമാണ്. യഥാർത്ഥ വെളിച്ചം ക്രിസ്തു മാത്രമാണ്. അവൻ സാധാരണ ഒരു വെളിച്ചമല്ല, അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ മാത്രമല്ല, സർവ്വ രാജ്യങ്ങളുടെ, വരുവാനുള്ള തലമുറയുടെ, കഴിഞ്ഞുപോയ തലമുറയുടെ വെളിച്ചമാണ് ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാല്. അതുകൊണ്ട് വെളിച്ചം ഓർക്കുക, ബൈബിൾ പറയുന്നു ക്രിസ്തുവിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ അവൻ്റെ വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിൻ്റെ വെളിച്ചം അഥവാ ക്രിസ്തുവിൻ്റെ വെളിച്ചം ഒരു വ്യക്തിയിലേക്ക് വരുമ്പോഴാണ് ആ വ്യക്തിയിൽ യഥാർത്ഥത്തിൽ ജീവൻ നടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനം ഒന്ന് എടുത്ത് വായിക്കാമോ? വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നോക്കൂ, വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ എന്തായിരുന്നു? മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. നോക്കൂ, യേശുവിൻ്റെ ആ പ്രത്യേകത നോക്കൂ. സാധാരണ രീതിയിൽ അന്ധകാരത്തിൽ ഈ ലോകം മുങ്ങുമ്പോൾ ഓർക്കുക, അന്ധകാരം ഒരിക്കലും ദൈവത്തിൽ നിന്ന് ഉണ്ടായതല്ല. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു, ദൈവം എന്ത് ചെയ്തു? വെളിച്ചത്തെ സൃഷ്ടിച്ചു. അതിനുശേഷം ഇരുളിനെ എന്ത് ചെയ്തു? അങ്ങോട്ട് വേർതിരിച്ചു വെച്ചു. ഹല്ലേലൂയ. ഇരുളിനെ ദൈവം സൃഷ്ടിച്ചില്ല, പക്ഷെ ഇരുട്ടിന് പേര് കൊടുത്തു. ഇരുളിനെ ദൈവം സൃഷ്ടിച്ചില്ല, വെളിച്ചത്തെയാണ് ദൈവം സൃഷ്ടിച്ചത്. പിന്നീട് വെളിച്ചത്തിനും വ്യത്യാസങ്ങൾ വരുത്തി, പകൽ രാത്രി എന്നുള്ള രീതിയിൽ എന്തൊക്കെ വെളിച്ചം കൊടുക്കണം എന്നൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? വെളിച്ചം എവിടെയുണ്ടോ ഇരുൾ അവിടെ നോടിപ്പോകും. ഹല്ലേലൂയ. ഒരു ഇരുട്ടുള്ള മുറിക്കകത്ത്, വളരെ കൂരാക്കൂരി ഇരുട്ട്, അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ മുറിക്കകത്ത് എന്ത് വന്നു? വെളിച്ചം വന്നു. ഇരുട്ടിനോട് പിന്നെ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോയിരുട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അകന്നു പോയിരുട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമമൊന്നും ഇരുട്ടിനോട് പറയേണ്ട ആവശ്യമില്ല. ഇരുട്ട് എവിടെയുണ്ടോ അവിടെ നാം ചെയ്യേണ്ടത് വെളിച്ചം കൊണ്ടുവന്നാൽ മാത്രം മതി. ആമേൻ. എത്ര പേര് ആമേൻ പറയും? നിങ്ങളുടെ ജീവിതത്തെ ഞാൻ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില ഇരുട്ട്, നിരാശയുടെ ഇരുട്ട്, ഭയത്തിന്റെ ഇരുട്ട്, മരണത്തിന്റെ ഇരുട്ട്, പ്രശ്നങ്ങളുടെ ചില ഇരുട്ട്, അന്ധകാരങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ 10 ദിവസം ഉപവസിക്കേണ്ട ആവശ്യമില്ലെന്നാ ഞാൻ പറയുകയുള്ളൂ. ഒത്തിരി ശാസിക്കേണ്ടതിന്റെ ഭത്സിക്കേണ്ടതും ആവശ്യകതയില്ല. യേശുവാകുന്ന വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് വന്നാൽ മതി, നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നാൽ മതി, നിങ്ങളുടെ ആവശ്യങ്ങളിലേക്കൊന്ന് വന്നാൽ മതി. അവിടെ ഇരുട്ട് തനിയെ ഓടിപ്പോകും. ഓ ദൈവമക്കളെ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറിയെടുത്താൽ കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, ഇന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞേ, ഇരുട്ടുള്ളിടത്തേക്ക് യേശുവിൻ്റെ വെളിച്ചം വന്നാൽ മതി. പറഞ്ഞേ, ഇരുട്ടുള്ളിടത്തേക്ക് യേശുവിൻ്റെ വെളിച്ചം വന്നാൽ മതി. ഏതെങ്കിലും ഭൂതബാധിതയായിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ, പ്രയാസമുള്ളവരുണ്ടെങ്കിൽ, പ്രശ്നക്കാരൻ്റെ അടുക്കൽ, മറ്റ് കാര്യങ്ങൾ നോക്കുന്നവരുടെ അടുക്കൽ, ബന്ധനങ്ങൾ നടത്തുന്നവരുടെ അടുക്കൽ, ആഭിചാരത്തിൻ്റെ
വെളിച്ചത്തിന്റെ പുറകെ, കൂടോത്രത്തിന്റെ പുറകെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോയാൽ കൂടുതൽ അത് ഇരുട്ടിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനു പകരം യേശുവിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാമെങ്കിൽ, യേശുവിനെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാമെങ്കിൽ ഒന്നും ചെയ്യണ്ട. 10 പൈസ മുടക്കില്ലാതെ നിന്റെ വീട്ടിനകത്തുള്ള അന്ധകാരം തനിയെ ഓടിപ്പോകും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാല്. ഹല്ലേലൂയ. അടുത്തതായി യോഹന്നാൻ പറയുന്ന സാക്ഷ്യമാണ്. യോഹന്നാൻ, ഞാൻ വചനം വായിക്കണമെന്നില്ല, ഞാൻ ഭാഗം പറഞ്ഞു പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ അവിടെ പറയുന്നു, യേശു മശിഹയാണ്. ഹല്ലേലൂയ. മശിഹ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, രക്ഷകൻ. അന്നുവരെ ജനക്കൂട്ടം മുഴുവൻ കാത്തുകൊണ്ടിരുന്നത് രാഷ്ട്രീയപരമായി അവരെ രക്ഷിക്കുന്ന ഒരു നേതാവ് വരും. അതിനുവേണ്ടി യേശുവിനെ അവർ ചിന്തിച്ചു. അല്ലെന്ന് കണ്ടപ്പോഴാണ് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബറാബാസിനെ മതി എന്ന് പറഞ്ഞ രാഷ്ട്രീയപരമായി രക്ഷിക്കുന്ന ഒരു നേതാവ്, അതുപോലെ തന്നെ സാംസ്കാരികപരമായി അവർ രക്ഷിക്കുന്ന ഒരു നേതാവ്, മതപരമായിട്ട് അവർ രക്ഷിക്കുന്ന ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു നേതാവുണ്ടോ? ഇതൊക്കെയാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തിയായിരിക്കും മശിഹ എന്നാണ് യഹൂദന്മാർ മുഴുവൻ ചിന്തിച്ചു വെച്ചിരുന്നത്. എന്നാൽ അപ്പോൾ വന്ന മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി വന്ന മശിഹ അതല്ലായിരുന്നു. സർവ്വജനത്തിന്റെ പാപം പോക്കുന്ന രക്ഷകൻ യേശു എന്ന് പേരിട്ട് വിളിച്ചവനായിരുന്നു മശിഹയായിട്ട് വന്നത്. ഹല്ലേലൂയ. എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയാം? കൈകൾ ഉയർത്തിയിട്ടെന്ന് പറയാമോ? യേശു എന്റെ വെളിച്ചമാണ്. രണ്ടാമതായി, യേശു എന്റെ മശിഹയാണ്. മൂന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗം മാത്രം നമുക്ക് വേഗത്തിൽ വായിക്കാം. യോഹന്നാൻ 1:29 വചനം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപം മുഴുവൻ ചുമന്ന് നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. എന്തു മനസ്സിലായി? യോഹന്നാന് യേശുവിനെ കുറിച്ചുണ്ടായ കാഴ്ചപ്പാട്, അവൻ ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഞാൻ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എല്ലാ വിഭാഗക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ബിബ്ലിക്കൽ വേയിൽ അല്ലെങ്കിൽ ബൈബിൾ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു വാക്ക് റെവലേഷൻ എന്നാണ്, വെളിപ്പാട് എന്നാണ്. എങ്കിലും എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാഴ്ചപ്പാട് എന്ന് പറയുന്ന വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. ക്രിസ്തു ആരാണ്? ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരിക്കൽ കൂടെ പറഞ്ഞ, ക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാട്. അയ്യോ, ഈ കുഞ്ഞാടെന്നൊക്കെ കേൾക്കുമ്പോൾ ബൈബിൾ ശരിക്കും പഠിച്ചിട്ടില്ലാത്തവർക്കൊന്നും അയ്യോ എന്തിനീ കുഞ്ഞാട്? കുഞ്ഞാടെന്ന് പറഞ്ഞ ഒരു ശക്തിയുമില്ല, ഒരു കഴിവുമില്ല, ഒരു അധികാരവുമില്ല, വലിയ ശൂരപരാക്രമത്വമൊന്നുമില്ലാത്ത ഒരു സാധാരണ സാധുവായൊരു മൃഗമല്ലേ? എന്തിനാണ് ഈ മൃഗത്തെയും യേശുവിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ വാക്ക് യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അന്ന് അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ യഹൂദന്മാരായിരുന്നു. യഹൂദന്മാർക്ക് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ അവർക്ക് ചില കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞും ചേർന്നിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. കാരണം ഇവിടുത്തെ പുരാണങ്ങളും ഇവിടുത്തെ ഇതിഹാസങ്ങളും ഇവിടുത്തെ സംസ്കാരങ്ങളിൽ നിന്നും അത്തരം കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ ഓർമ്മ വരുന്നത് പോലെ യേശു ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ എല്ലാ യഹൂദന്മാർക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടി വരും. ആദ്യം അവർ ഓടി വരുന്നത് പെസഹ കുഞ്ഞാട് എന്ന് പറയുന്ന വാക്കായിരിക്കും. എത്ര പേർ പെസഹ കുഞ്ഞാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? കുറച്ച് കൈകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പെസഹ കുഞ്ഞാട്. പെസഹ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അത് പുറപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. പെസഹ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അവിടെ നാം വായിക്കുന്നു, ആബീബ് മാസം
10-ാം തീയതി എല്ലാ യഹൂദ കുടുംബങ്ങളിലും, അതായത് മിസ്രയീം ദേശത്ത് ഉണ്ടായിരുന്ന എല്ലാ യഹൂദ കുടുംബങ്ങളും അന്നത്തെ ദിവസം ഒരു ആട്ടിൻകുട്ടിയെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവരെല്ലാവരും ഒരു ആട്ടിൻകുട്ടിയെ, ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ അവരെല്ലാവരും വീടുകളിൽ കരുതി വെച്ചു. അതിൻ്റെ ചെക്ക് ചെയ്ത് നോക്കി, കൈക്ക് കുഴപ്പമുണ്ടോ, കാലിന് കുഴപ്പമുണ്ടോ, കണ്ണിന് കുഴപ്പമുണ്ടോ, ചെവിക്ക് കുഴപ്പമുണ്ടോ, ഒരു പ്രശ്നവുമില്ല എന്ന് കണ്ടാൽ ആ ആടിനെ അവർ സൂക്ഷിച്ചു. അതിനുശേഷം 14-ാം തീയതി വരെ 4 ദിവസങ്ങൾ അവർ ആ ആടിനെ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് 4-ാമത്തെ ദിവസം 14-ാം തീയതി വൈകുന്നേരം സമയത്ത് ആ ആടിനെ അറുത്ത് അതിൻ്റെ രക്തം അവിടെയുള്ള കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും തളിച്ച് അതിൻ്റെ മാംസം പാചകം ചെയ്ത് കയ്പ് ചീരിയോടുകൂടെ അവർ രാത്രി ഭക്ഷിച്ചു. അന്ന് രാത്രിയാണ് പുറപ്പാട് അഥവാ യഹൂദന്മാർക്ക് മിസ്രയീം, ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വഴികൾ ദൈവമായ കർത്താവ് തുറന്നു കൊടുത്തത്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എല്ലാ വർഷവും ഇതേ ഡേറ്റിൽ തന്നെ യഹൂദന്മാർ ആഘോഷിക്കുന്ന പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. പെസഹ പെരുന്നാളിൻ്റെ ദിവസം എല്ലാ വർഷവും ഇതുപോലെ ഊനമില്ലാത്ത ഒരാടിനെ എല്ലാ വീടുകളിലും അറുക്കും. അങ്ങനെയെങ്കിൽ യഹൂദന്മാരുടെ കണക്കനുസരിച്ചിട്ട് 100,000 കുടുംബങ്ങൾ യഹൂദ രാജ്യത്ത് പാലസ്തീനിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഒറ്റ ദിവസം എത്ര മുട്ടനാടുകളെ കൊല്ലുമായിരുന്നു? 100,000. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്തുകൊണ്ടിരുന്നത്? ദൈവം അവരെ രക്ഷിച്ച കാര്യത്തെ ഓർക്കുവാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞാടിനെ അവർ അറുത്തുകൊണ്ടേയിരുന്നു. അവിടെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ദൈവം അവർക്ക് നൽകിയിട്ടുള്ള ആ രക്ഷയെ സൂചിപ്പിക്കുന്ന ഒരു രക്ഷകനെ അവരെപ്പോഴും ഓർക്കും. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞാൽ മറ്റൊരു കുഞ്ഞാടിനെ കൂടെ അവർ ഓർക്കും. അത് മഹാപാപ പരിഹാര ദിവസം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. അന്നത്തെ ദിവസങ്ങളിൽ യഹൂദന്മാർ ചെയ്യുന്നത് അവരുടെ പാപത്തിന് പരിഹാരമായിട്ട് 2 ആടുകളെ തിരഞ്ഞെടുക്കുമായിരുന്നു. ഈ 2 ആടുകളെയും അവരുടെ ദൈവാലയത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ഒരാടിൻ്റെ മേൽ അവരുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ആ ആടിനെ അവർ അറുത്ത് മഹാപുരോഹിതൻ ആ രക്തവുമായിട്ട് ഏറ്റവും അകത്തളത്തിലേക്ക്, ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെന്ന് അവിടെ കൊണ്ടുപോയി തളിക്കും. എന്നാൽ മറ്റൊരു ആടുണ്ട്. ആ ആടിൻ്റെ മേൽ ജനത്തിൻ്റെ മുഴുവൻ പാപത്തെയും അവൻ്റെ മേൽ അവരോധിച്ച് അവൻ്റെ മേൽ ആക്കി വെച്ചിട്ട് ആ ആടിനെ മരുഭൂമിയിലേക്ക് തള്ളിവിടും. ഒരാടിനെ കൊന്ന് രക്തമെടുത്ത് ജനങ്ങളുടെയും പുരോഹിതന്മാരുടെയും പാപത്തിന് പരിഹാരമായി ഒരാടിനെ കൊല്ലുന്നു. മറ്റൊരാടിനെ അതിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി പാപം മുഴുവൻ ഏൽപ്പിച്ചിട്ട് അവനെ തള്ളിക്കളയുന്നു. ഈ 2 ആടിനെ കുറിച്ചും യഹൂദന്മാരുടെ മനസ്സിൽ വേഗത്തിലൊരു ചിന്ത വരും. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ ഇതാ യേശു ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ യോഹന്നാൻ പറയും, ദാ നോക്കൂ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ യോഹന്നാന് ഒരു നീണ്ട ദീർഘദർശനം ഉണ്ടായിരുന്നു. ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വെളിപ്പാടുണ്ടായിരുന്നു. ജനത്തിന്റെ പാപത്തിനു വേണ്ടി മരിക്കുവാനായി, ജനത്തിന്റെ പാപത്തിനു വേണ്ടി രക്തം ചിന്തുവാനായി, മനുഷ്യരുടെ തെറ്റുകൾക്ക് വേണ്ടി മരിക്കുവാനായി അവതരിക്കപ്പെട്ട ദൈവമാണ് ഈ നിൽക്കുന്ന മനുഷ്യൻ അഥവാ ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ തന്നെ മനുഷ്യരുടെ പാപങ്ങൾ മുഴുവൻ ആരോപിക്കപ്പെട്ടവനായി, ആരാലും തള്ളപ്പെട്ടവനായി ഒരു ദിവസം മാറേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ് ഈ നിൽക്കുന്നത് എന്നുള്ള വെളിപ്പാട് യോഹന്നാനുണ്ടായി. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? ലോകത്തിന്റെ പാപം മുഴുവൻ ചുമക്കുന്ന യേശു ആണ് എന്ന് യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് എന്താണ് കാഴ്ചപ്പാടുള്ളത്? വെറുതെ അപ്പം വർദ്ധിപ്പിക്കുന്ന യേശു എന്ന് മാത്രമാണോ? അതോ അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു എന്ന് മാത്രമാണോ? രോഗസൗഖ്യങ്ങൾ മാത്രം നൽകുന്ന യേശു എന്ന് മാത്രമാണോ നിങ്ങൾക്ക് യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? അതോ എനിക്ക് വേണ്ടി മരിച്ച, എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ച ദൈവമാണ് എൻ്റെ യേശു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? തീർന്നില്ല, യേശു എൻ്റെ
മശിഹയാണ്, എൻ്റെ രക്ഷകനാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. എന്നിട്ടും തീർന്നില്ല, യേശുവിൻ്റെ വെളിച്ചം എൻ്റെ ജീവിതത്തിലുണ്ട്, അതാണ് ഇനി എൻ്റെ ജീവൻ എന്ന് പറയാൻ സാധിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. യേശു അത്ഭുതകരമായി നൽകിയ ഒരു കുഞ്ഞുമായിട്ടാണ് ഈ സഹോദരി നിൽക്കുന്നത്. ഈ സഹോദരിയുടെ പേര് സുബി എന്നാണ്. സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടും ഇവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. വളരെ പ്രയാസത്തിലായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാനൊന്നും ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ സഹോദരിയുടെ അമ്മ കോഴഞ്ചേരിയിലുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ ആരാധനയ്ക്ക് പോകുന്ന ഒരു ആൻറ്റി ആയിരുന്നു. അപ്പോൾ ആൻറ്റി എപ്പോഴും യേശുവിനെക്കുറിച്ച് ഇവരോട് പറയും. ഇവർക്കാകുന്ന തരത്തിലെല്ലാം ഒരു കുഞ്ഞിന് വേണ്ടി ഇവർ പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്തു. 3 വർഷമായിട്ടൊന്നും സംഭവിച്ചില്ല. പക്ഷേ 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയുടെ ഉപദേശപ്രകാരം ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങി. ബ്ലെസ്സിങ് ടുഡേയുടെ കോൾ സെൻറ്ററിലേക്കൊക്കെ ഈ സഹോദരി വിളിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഈ സഹോദരി വിളിച്ചപ്പോൾ ഫോൺ എടുത്ത ഒരു ബ്രദർ ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: സഹോദരി, നിങ്ങൾക്ക് ഏത് കുഞ്ഞിനെയാണോ ആവശ്യം, അതായത് ഒരു ആൺകുട്ടിയാണെങ്കിൽ അതോ പെൺകുട്ടിയെയാണോ ആവശ്യമെങ്കിൽ, ആൺകുട്ടിയെ ആവശ്യമുണ്ടെങ്കിൽ ആൺകുട്ടികൾ ധരിക്കുന്ന ഒരു ഉടുപ്പ് വാങ്ങുക, പെൺകുട്ടിയെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പെൺകുട്ടികൾ ധരിക്കുന്ന ഒരു ഉടുപ്പ് വാങ്ങി വെച്ച് അതിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ ആദ്യമൊന്നും ആ സഹോദരിക്ക് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സഹോദരി ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിച്ചു. ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സഹോദരി ഒരു പെൺകുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു. പെൺകുട്ടികൾ ധരിക്കുന്ന അതുപോലുള്ള ഒരു ഉടുപ്പ് സ്വയം തുന്നി ഉണ്ടാക്കി ആരും അറിയാതെ താൻ രഹസ്യമായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രാർത്ഥിച്ച് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും താൻ പ്രഗ്നൻ്റ് ആണെന്ന് തനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. 2 മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് താൻ പ്രഗ്നൻ്റ് ആണെന്ന്. അന്ന് തന്നെ ഇവർ ഹോസ്പിറ്റലിൽ ചെന്നു. ചെക്കപ്പിന് വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, 2 മാസം പ്രായമായിട്ടുണ്ട്, പക്ഷേ കുഞ്ഞിന് ഒട്ടും വളർച്ചയില്ലാത്തൊരവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ എന്നാലും സാരമില്ല, നിങ്ങൾ പോയിട്ടൊരു 10 ദിവസം കഴിയുമ്പോൾ വന്നോളൂ, നമുക്കൊന്നുകൂടെ ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. സഹോദരി വീട്ടിൽ വന്ന് വീണ്ടും കോൾ സെൻറ്ററിലേക്ക് വിളിച്ചു പറഞ്ഞു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് അന്നുണ്ടായിരുന്നത് പോലുള്ള ഒരു കംപ്ലൈൻ്റ് ഒന്നും ഈ കുഞ്ഞിനില്ല. 2 മാസത്തെ പൂർണ്ണ വളർച്ച ഇന്നിപ്പോൾ ഈ കുഞ്ഞിനെ കാണുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴേക്കും ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകുവാൻ ഈ സഹോദരി ദൈവം സഹായിച്ചു. ആ കുഞ്ഞുമായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. നല്ലൊരു കൈഡി കർത്താവിന് കൊടുക്കാമോ? ബൈബിൾ പറയുന്നു, മക്കൾ കർത്താവിൻ്റെ ദാനമാണ്. ഈ കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഈ സഹോദരിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ നല്ലൊരു മാതാവായിരിക്കാൻ, നല്ല കർത്താവേ, നല്ല ജ്ഞാനമുള്ള, ദൈവത്തോടും മനുഷ്യനോടുമുള്ള ബഹുമാനത്തിൽ വളർന്നു വരുന്ന നല്ല കുഞ്ഞായി കുഞ്ഞിനെ വളർത്തുവാൻ സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെയും മിറക്കിൾസ് ടുഡേയിലൂടെയും കർത്താവ് നിങ്ങളകത്തുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ, ഒരു ശിശുവിനെ പോലെ വിശ്വസിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവ് ഈ സമയത്ത് ലോകം എമ്പാടും ഈ എപ്പിസോഡ് കാണുന്ന എല്ലാ വ്യൂവേഴ്സിനുമായി പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. വയറിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. വർഷിപ്പ് യു ഫാദർ. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എയ്ഡ്സ് രോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാനസിക രോഗങ്ങൾ വളരെ നാളുകളായി സൈക്കാട്രിക് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. പൂർണ്ണ സൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ.
ശരീരത്തിൽ ആന്തരാവയവങ്ങളുള്ള രോഗങ്ങൾ, ബ്രെയിൻ ട്യൂമർ, അതുപോലെ ഹാർട്ടിൻ്റെ ബ്ലോക്ക്, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം ഒത്തിരി കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് അനുഗ്രഹിച്ചു. ഇന്ന് വിശ്വസിക്കുക, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മക്കളില്ലാത്തവരുടെ മേൽ ദൈവമേ നിന്റെ പ്രത്യേകമായ കരം പ്രവർത്തിച്ച് അത്ഭുതം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് നിന്റെ വിടുതലുകൾക്കായി നന്ദി പറയും. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഉള്ളിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ് നീ ഇങ്ങനെ പ്രവർത്തിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ ആത്മാവിൽ എനിക്കറിയാം ഈ പ്രാർത്ഥിച്ച സമയത്ത് ഒത്തിരി പേരുടെ ശരീരങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്, കുടുംബങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്, സാമ്പത്തികത്തിൽ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിടുതലുകൾ ലഭിച്ചു എന്ന് ബോധ്യമാകുമ്പോൾ തീർച്ചയായും പ്രയർ കോൾ സെൻറ്ററിലെ നമ്പറിൽ വിളിച്ച് പറയണം. ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് യേശു കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് വെള്ളിയാഴ്ച തോപ്പുംപടിയിലും എറണാകുളം ജില്ലയിലാണ്, അതുപോലെ ശനിയാഴ്ച കൊല്ലത്തുമാണ്. ഇതിൽ രണ്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ നമ്മുടെ DVD-കൾ, CD-കൾ ഇതെല്ലാം നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ വിളിച്ച് ആവശ്യപ്പെടാം. തപാൽ മാർഗം അത് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരും. ഇല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് ഒത്തിരി ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച പ്രവാചകനാര്? വിച്ച് പ്രോഫിറ്റ് used to pour water to the hands of Elijah? Options: A. Yehoshaphat, B. Hosea, C. Amos, D. Elisha. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.